വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റുകളുടെ ഇമ്പാക്റ്റ് കാണിക്കാനുള്ള വേറൊരു എക്സാമ്പിളാണ് നമ്മുടെ വാട്ടർ ഹയാസിന്ത് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ്. വാട്ടർ ഹയാസിന്ത് ഈ വാട്ടർ ഹയാസിന്തിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റുകളുടെ പേരാണ് ഓഫ്സെറ്റ്. അതിൻ്റെ പേരാണ് ഓഫ്സെറ്റ്. സോ ഓഫ്സെറ്റ് ഇൻ വാട്ടർ ഹയാസിന്ത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റിന് ഒരു ക്ലസ്റ്റർ ഓഫ് ലീവ്സ്, ക്ലസ്റ്റർ ഓഫ് ഫ്രൂട്ട്സും ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഫ്ലവർ കാണാൻ വളരെയധികം ഭംഗിയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ്. സോ അതിൻ്റെ ലീവ്സിൻ്റെയും ആ ഫ്ലവറിൻ്റെയും ഭംഗി ഭയങ്കരമാണ് ഈ വാട്ടർ ഹയാസിന്തിൻ്റെ. അതിൻ്റെ പ്രൊപ്പഗേറ്റുകളുടെ പേരാണ് ഓഫ്സെറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള എക്വാട്ടിക് ഹെർബാണ്. ഫ്ലോട്ട് ചെയ്ത് ആണ് ഒരു എക്വാട്ടിക്. നമ്മുടെ സാധാരണയുള്ള വാട്ടർ ബോഡീസ്, സ്റ്റാൻഡിങ് വാട്ടർ ബോഡീസിലൊക്കെ ഇത് വളരെ റാപ്പിഡായിട്ട് ഫാസ്റ്റസ്റ്റായിട്ട് ഗ്രോ ചെയ്യണ ഒരു വീട് കൂടിയാണ്. വീട് എന്താണ്? നമ്മളൊരു ക്രോപ്പ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്രോപ്പ് കൾട്ടിവേഷൻ ഒക്കെ നടത്തുമ്പോൾ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വീഡ്സ്. അതുപോലെ ഈ വാട്ടർ ഹയാസിന്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വീടാണ്. ഭയങ്കര റാപ്പിഡായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ് നമ്മുടെ വാട്ടർ ഹയാസിന്ത്. അതിന് ഇത്ര മാത്രം സ്പീഡിൽ റാപ്പിഡായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന അതിൻ്റെ ബോഡിയിലുള്ള പ്രൊപ്പഗേറ്റുകളുടെ പേരാണ് ഓഫ്സെറ്റ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും ഇൻവേസീവായിട്ട് അത്രയും റാപ്പിഡായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ വാട്ടറിലുള്ള മാക്സിമം എമൗണ്ട് ഓഫ് ഓക്സിജൻ അത് ഡ്രെയിൻ ചെയ്യും. മാക്സിമം എമൗണ്ട് ഓഫ് ഓക്സിജൻ അത് വലിച്ചെടുക്കും. അതുമൂലം എന്താ, അവിടെയുള്ള ഫിഷിനും അവിടെയുള്ള ബാക്കിയുള്ള എനിമൽസിനൊക്കെ അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ഡിക്രീസ് കുറയാൻ തുടങ്ങും. സോ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇതുപോലത്തെ വാട്ടർ ഹയാസിന്ത് പോലത്തെ പ്ലാന്റുകൾ ഇങ്ങനത്തെ വാട്ടർ ബോഡീസിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ വളരെ കുറവായിരിക്കുകയും അതുമൂലം അവിടുത്തെ ഫിഷ് അല്ലെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള എനിമൽസിനൊക്കെ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മുടെ ബംഗാളിൽ ഒരുപാട് കാണപ്പെട്ടിരുന്ന ഒരു സംഭവമായിരുന്നു വാട്ടർ ഹയാസിന്ത്. അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സഹായിച്ചിരുന്ന ആ പ്രൊപ്പഗേറ്റുകളുടെ പേരാണ് ഓഫ്സെറ്റ്. ഇത് ഒരുപാട് ആ ബംഗാളിലെ വാട്ടർ ബോഡീസിൽ കണ്ടതുകൊണ്ട് ഇതിന് വേറൊരു പേരും കൂടി നമ്മൾ പറയും, ടെറർ ഓഫ് ബംഗാൾ. സോ വാട്ടർ ഹയാസിന്തിൻ്റെ വേറൊരു പേരാണ് ടെറർ ഓഫ് ബംഗാൾ. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്, വാട്ടർ ഹയാസിന്തിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഐക്കോർണിയ. സോ വാട്ടർ ഹയാസിന്ത്, ടെറർ ഓഫ് ബംഗാൾ ആൻഡ് ഐക്കോർണിയ, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ടെറർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞത്? അടുത്ത ബംഗാളിൽ ആ വാട്ടർ ബോഡീസിൽ മാക്സിമമായിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് വാട്ടർ ഹയാസിന്ത് ഉണ്ടായതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ടെറർ ഓഫ് ബംഗാൾ. ഇതിനെ ഇത്രമാത്രം പെട്ടെന്ന് വളരെ ഷോർട്ട് ടൈം പീരീഡിൽ തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിനെ ഗെറ്റ് റിഡ് ഓഫ്, ഇതിനെ വലിച്ച് നശിപ്പിച്ച് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് വന്നത് ടെറർ ഓഫ് ബംഗാൾ എന്ന്. അതിനെ സഹായിക്കുന്ന അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റുകളുടെ പേരാണ് ഓഫ്സെറ്റ്. ഇത്രയും ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യണ ഈ ഫ്ലവർ നമ്മുടെ ഇന്ത്യയിലും ഇപ്പോൾ കാണപ്പെടുന്നുണ്ട് ഒരുപാടിപ്പോൾ. അവിടുത്തെ ടെറർ ഓഫ് ബംഗാൾ ആണെങ്കിലും നമ്മുടെ വാട്ടർ ബോഡീസിലും ഇത് ഒരുപാട് കാണുന്നത്. ഇത് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന ഒരു പ്ലാന്റാണ് വാട്ടർ ഹയാസിന്ത്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സ് കാരണം ഇതിനെ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മറ്റ് ചെടികളുടെ കൂടെ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ബട്ട് വൺസ് ഇത് നമ്മുടെ വാട്ടർ ബോഡീസിൽ എത്തിയപ്പോഴും ഇത് ഭയങ്കരമായിട്ട് ഇൻവേസീവായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു, അതും വെരി ഷോർട്ട് ടൈമിൽ. ഇപ്പോൾ അതിനെ നശിപ്പിച്ച് കളയാൻ അല്ലെങ്കിൽ അതിനെ ഗെറ്റ് റിഡ് ഓഫ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ വാട്ടർ ഹയാസിന്തിൽ കാണുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റുകളുടെ പേരാണ് ഓഫ്സെറ്റ്.